ഹായ് വെൽക്കം ടു ടേസ്റ്റ് സ്റ്റൈൽസ് ആൻഡ് ട്രാവൽസ് ബൈ തസ്ന ഷംനാഥ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഒരു ഫുഡ് വ്ളോഗാണ് കേട്ടോ. രാവിലെ തന്നെ എണീറ്റപാടെ പഴങ്കഞ്ഞി കുടിക്കാനാണ് കേട്ടോ പോകുന്നത്. ഒരാഴ്ച കൊണ്ട് കയറിയ കൊതിയാണ് പഴങ്കഞ്ഞി കുടിക്കണമെന്നുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇക്കാനെ എണീറ്റപാടെ എനിക്ക് പഴങ്കഞ്ഞി വേണമെന്നും പറഞ്ഞ് ഞങ്ങൾ പോവാണ്. നെടുമങ്ങാട് സൂര്യ തിയേറ്ററിനടുത്തുള്ള കുട്ടനാടൻ പഴങ്കഞ്ഞി എന്ന് പറഞ്ഞ കടയിലാട്ടോ പോകുന്നത്. ഇത് നമ്മൾ മറ്റ് ഫുഡ് വ്ളോഗേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടാട്ടോ ഇവിടെ പോകുന്നത്. ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ഇവിടെ നല്ല മൺചട്ടിയിലാട്ടോ പഴങ്കഞ്ഞി വിളമ്പുന്ന. ആവശ്യമുള്ള പഴങ്കഞ്ഞി ഒരു മൺചട്ടിക്കകത്ത് എടുത്ത ശേഷം അതിൻ്റെ മുകളിൽ കപ്പ, നല്ല വെന്തുടഞ്ഞ കപ്പ അതിൻ്റെ മുകളിൽ ആവശ്യത്തിന് ഒഴിക്കും. അതിന് ശേഷം നല്ല കട്ട തൈര്, തൈരെന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ തൈരായിരുന്നു കേട്ടോ. നല്ല കട്ട തൈര് അതിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ഒഴിക്കും. അതിന് ശേഷം നല്ല കാന്താരി ചമ്മന്തി, കാന്താരി മുളകും അതൊക്കെ ഇട്ട് അരച്ച ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് അരച്ച് നല്ല കിട്ടിലൻ ചമ്മന്തിയില്ലേ, അത് ആവശ്യത്തിന് അതിൻ്റെ മുകളിൽ കൂടി ഇട്ട ശേഷം പിന്നെ സൈഡ് ഐറ്റംസിൻ്റെ വരവാട്ടോ. അതിൻ്റെ അകത്ത് കൊഞ്ചിപ്പൊടി, നല്ല തേങ്ങ അരച്ച ചമ്മന്തി, നാരങ്ങ അച്ചാർ, ഉണക്കമീൻ, മീൻകറി, പിന്നെ ഒരു സവാള വഴറ്റിയൊരു സാധനം കേട്ടോ. അതിൽ എടുത്ത് പറയാൻ ഏറ്റവും കിടിലായിരുന്നു ആ മീൻകറി കേട്ടോ. നിങ്ങൾ അവിടെ പോകുമ്പോൾ മസ്റ്റ് ട്രൈ ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യേണ്ട ആ മീൻകറിയാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. എനിക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ആ മീൻകറി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ആ പഴങ്കഞ്ഞി വന്നപ്പോൾ എൻ്റെ മുഖത്തുള്ളൊരു സന്തോഷം നിങ്ങൾ കണ്ടു കാണും. പിന്നെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി. നല്ല റിഫ്രഷിംഗ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ തൈരൊക്കെ കൂട്ടി കഴിച്ചുകൊണ്ട് വയറ് നല്ല തണുത്ത് ഒരു പ്രത്യേക തരം ഫീലിംഗ് ആയിരുന്നു കേട്ടോ. മീൻകറിയും കൂട്ടി കഴിച്ചു. പിന്നെ എടുത്തു പറയാനുള്ള കാര്യം, ഇന്നേ വരെ എൻ്റെ ഒക്കെ പഴങ്കഞ്ഞി കുടിച്ച് ഞാൻ കണ്ടിട്ടേയില്ല. ഫസ്റ്റ് ടൈം ആട്ടോ കാണുന്നത്. ആൾ ഇത്രയും ആസ്വദിച്ച് പഴങ്കഞ്ഞി കഴിക്കുമെന്ന് എനിക്കൊരു അത്ഭുതം കണക്കായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെ ആളെ തന്നെ കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ സ്പെഷ്യലായിട്ട് ഫിഷ് ഫ്രൈ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ള ഫിഷ് ഫ്രൈ ആയിരുന്നു. അത് നിങ്ങൾക്ക് പാത്രം കാണുമ്പോഴേ അറിയാം, അതിനകത്തൊന്നും ബാക്കിയില്ല. മുള്ളിൻ്റെ ഇത്തിരി കഷ്ണം മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ കഴിച്ചു. നമ്മുടെ പാത്രം കണ്ടാലേ അറിയാം നമുക്ക് എന്തുമാത്രം അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് 10 മണി തൊട്ട് 3 മണി വരെ. ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് 110 രൂപയാണ് കഴിക്കാനും, 120 രൂപയാണ് പാഴ്സലിന്.